إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم فإن مع العسر يسرا إن مع العسر يسرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ പരിപൂർണാർത്ഥത്തിൽ കീഴ്പ്പെട്ട് ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാനും തൗഹീദിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മരിക്കുവാനും സ്വർഗത്തിൽ ആദ്യ അവസരത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുവാനുമുള്ള അപാരമായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ അമൂല്യമായ അനുഗ്രഹമാണ് അവന്റെ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ ഹനിക്കുക എന്നത് ഗൗരവപ്പെട്ട തിന്മയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എണ്ണിയിട്ടുള്ളത്. ഒരാളെ വധിക്കുന്നത് ലോകത്തിലെ മുഴുവൻ ആളുകളെയും വധിക്കുന്നതിന് തുല്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കാണാം. ഇനി അബദ്ധത്തിലാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ നമ്മുടെ കൈകളെ കൊണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻക്ക് ബ്ലഡ് മണിയായി കൊടുക്കേണ്ടത് വലിയ ഒരു തുകയാണ് എന്നൊക്കെ എത്രയാണോ ചോദിക്കുന്നത് അത്രയും കൊടുക്കേണ്ടി വരുമെന്ന് ഇസ്ലാം താക്കീത് നൽകുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, കൊല്ലുക പോയിട്ട് സ്വന്തം സഹോദരന്റെ അരികിലേക്ക് ഒരു ആയുധം ചൂണ്ടുന്നത് പോലും മലക്കുകളുടെ ശാപം കിട്ടുവാനുള്ള
പണിയാണ് അവൻ എടുത്തത് എന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു നിലക്കും ഒരു ജീവൻ, അള്ളാഹു വെച്ച ജീവൻ, അത് പൊലിയാൻ പാടില്ല റബ്ബ് തിരിച്ചെടുക്കുന്നത് വരെ എന്നതാണ് റഹ്മാനായ റബ്ബിന്റെ ഒരു തീരുമാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നത് മാത്രമല്ല ഇസ്ലാമിൽ പാതകം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനവൻക്ക് നൽകിയ ജീവിതം അത് അള്ളാഹു തിരിച്ചെടുക്കുന്നതിന് മുൻപ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളതും വലിയ പാതകമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ജില്ലയിൽ സമീപ പ്രദേശത്തു നിന്ന് പോലും ഒരു 14-കാരന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചൂടേറിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഒരു വിഷയത്തിന്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് പറയുകയല്ല, അതിലെ രാഷ്ട്രീയ മുതലെടുക്കലിനെ കുറിച്ച് പറയുകയല്ല, ഇന്ന ആളുടെ ഭാഗത്താണ് ശരി എന്നൊന്നുമല്ല പറയുന്നത്. മറിച്ച് ആ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? ആത്മഹത്യ എന്ന വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. അത് വളരെ ഗൗരവത്തിൽ ഞാനും നിങ്ങളും ശരിക്കും നമ്മളെ പഠിപ്പിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അത് വലിയ തിന്മയിലേക്കും ഒരു വേള പരലോകം നഷ്ടപ്പെടുന്നൊരു ഗതികേടിലേക്ക് അത് എത്തും എന്നുള്ളത് വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റായി കൊണ്ട് മാറുന്നത്? ഇസ്ലാം എണ്ണി എണ്ണി അതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ജീവനിൽ തൊടാനുള്ള അവകാശം നമുക്കില്ല എന്നതാണ്. സംഗതി നമ്മുടെ ജീവനാണ്, പക്ഷെ അതിൽ നമുക്ക് റോളില്ല എന്നാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് നൽകിയ അവയവങ്ങൾ, അല്ലെ, അവയവദാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിഖ്ഹിൽ ചർച്ചകളുണ്ട്. അത് നമ്മുടെ കണ്ണല്ലേ, നമ്മുടെ കിഡ്നി അല്ലേ എന്ന് പറഞ്ഞു വേറെ ആൾക്ക് അങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റില്ല. കാരണം നിന്റേതാണെങ്കിലും അത് റഹ്മാനായ റബ്ബിന്റെ, അവനാണ് അതിന്റെ ശരിക്കുള്ള ഓണർ, ഉടമസ്ഥൻ എന്നാണ് ഫുഖഹാക്കൾ പറയുക. സഹോദരങ്ങളെ, നമ്മുടെ ജീവനാണെങ്കിലും റഹ്മാനായ റബ്ബ് തന്നതാണ്. അത് അവൻ തിരിച്ചെടുക്കുന്നതിന് മുൻപ് അതിൽ കൈവെക്കുക എന്നുള്ളത് റഹ്മാനായ റബ്ബ് വിലക്കിയ കാര്യമാണ്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ സ്വകരങ്ങളെ കൊണ്ട് നാശത്തിലേക്ക് പോയി പതിക്കാൻ പാടില്ല എന്നൊരിടത്ത് ഖുർആൻ പറഞ്ഞു. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ വധിക്കാൻ പാടില്ല എന്ന് ആണയിട്ടുകൊണ്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു. കാരണം അങ്ങനെ ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ അധികാരത്തിൽ നമ്മൾ കൈവച്ച ഏറ്റവും വലിയ പാതകമായി കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ആത്മഹത്യ എന്തിനാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്? എന്തൊക്കെയോ ചില നിരാശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ അവൻ നിരാശയിൽ നിന്ന് രക്ഷപ്പെടുകയല്ല, നിരാശയിൽ നിന്നും അതിനേക്കാൾ വലിയ നിരാശയിലേക്കാണ് അവൻ ശരിക്ക് ചെന്നെത്തുന്നത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ആ ഒരു സംഗതി അവൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് അവനെ കാത്തിരിക്കുന്ന ശിക്ഷ എന്നുള്ളത് സുഹൃത്തുക്കളെ എന്നും അവനക്ക് നിരാശ നേടിക്കൊടുക്കുന്ന, പരലോകത്ത് അങ്ങേയറ്റം ഖേദിച്ച് പോകുന്നൊരു സാഹചര്യം അവനക്ക് വരുമെന്ന മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഹദീസും കാണാൻ കഴിയും. മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ആരെങ്കിലും ഒരു ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് അവൻ അവന്റെ ശരീരത്തെ വധിച്ചു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു, അവനക്ക് നാളെ പരലോകത്ത് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? ഫഹദീദതുഹു ഫീ യദിഹി, അവന്റെ കൈകളിൽ ഒരു ഇരുമ്പ് കൊടുക്കും. എന്നിട്ടോ യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം, നഊദു ബില്ലാഹ്, നരകാഗ്നിയിൽ കടന്ന് നരകാഗ്നിയിലേക്ക് കടക്കുക മാത്രമല്ല, കടക്കുക പ്ലസ് അവൻ എന്തൊരു രൂപത്തിലാണ് അവൻ അവന്റെ ആത്മാവിനെ ഇല്ലാതാക്കിയത്, ആ ശിക്ഷ അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ്. കത്തിയെടുത്ത് കുത്തിയിട്ടാണ് അവൻ മരിച്ചതെങ്കിൽ ആ കത്തിയെടുത്ത് കുത്തുന്ന പ്രവണത അള്ളാഹു കണക്കാക്കിയ ഒരു സമയം വരെ അവൻക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? വമൻ ശരിബ സമ്മൻ, ഇനി ആരെങ്കിലും ഒരു വിഷം കടിച്ചിട്ടാണ് മരിച്ചതെങ്കിൽ, വിഷം കടിച്ചിട്ട് ആ വെപ്രാളവും കാര്യങ്ങളും എന്തൊക്കെയാണോ അവൻ അനുഭവിച്ചത് അതിന്റെ എത്രയോ ഇരട്ടി വേദന നരകത്തിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല, പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനക്കുള്ള ശിക്ഷ ഈ വേദന അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. വീണ്ടും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നം സുബ്ഹാനല്ലാഹ് ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. അല്ലാഹു
കണക്കാക്കിയൊരു സമയം വരെ ഒരു മനുഷ്യൻ ഇനി പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് ചാടി മരിച്ചതെങ്കിൽ, കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ചാടി മരിച്ചതെങ്കിൽ, എങ്ങനെയാണോ അവൻ അവന്റെ നഫ്സിനെ കൊന്നത്, അപ്പോൾ അവൻ എന്തൊരു വേദനയാണ് അനുഭവിച്ചത്, അതേ രൂപത്തിലെങ്കിൽ അതിനേക്കാൾ വലിയ വേദന നരകത്തിലേക്ക് പ്രവേശിക്കുന്നതോടൊപ്പം അവനെങ്ങനെ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇത്ര സമയം വരെ എന്നില്ല, അള്ളാഹ് കണക്കാക്കിയത് വരെ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ സംഭവിച്ചത്? ചെറിയൊരു നിരാശയിൽ നിന്നാണ് ഈ സംഭവത്തിലേക്ക് വന്നത്. പക്ഷേ എന്നെന്നും നിരാശയുടെ ജീവിതം എരന്നു വാങ്ങുന്ന ഒരു തെറ്റ് അവൻ ചെയ്തുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ബാധ്യതകൾ ഒഴിവാകുമെന്നാണ് ആത്മഹത്യ ചെയ്ത ആളുകൾ മനസ്സിലാക്കിയത്. അല്ലെ, പലതും ചെയ്തു കൂട്ടി വലിയ കടക്കാരനായി ഇനി ഒരിക്കലും കടം വീട്ടാൻ കഴിയില്ല എന്നറിയുമ്പോഴാണ് പല ആളുകളും ഒക്കെ അങ്ങനെ ആത്മഹത്യയിലേക്ക് പോകും. ലക്ഷങ്ങളും കോടികളും കടക്കാരനായി ഇനി ജീവിതം അവസാനിപ്പിക്കും. തീരോ സുഹൃത്തുക്കളെ, അവൻ ഇറക്കി വെക്കുന്ന ബർസഖിൽ അവൻ എത്ര വലിയ അമലുകൾ ഉണ്ടെങ്കിൽ സാക്ഷാൽ ഷഹീദ് പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ശരീരം പണയപ്പെടുത്തി അള്ളാന്റെ ദീനിനു വേണ്ടി സ്വന്തം ശരീരം ബലി കഴിപ്പിച്ച സാക്ഷാൽ ഷഹീദ് പോലും കടക്കാരനാണെങ്കിൽ അവന്റെ നന്മകൾ തടയപ്പെടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹത്താ യുഖ്ളാ അൻഹു ദൈനുഹു, അവന്റെ കടം വീട്ടുന്നത് വരെ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബാധ്യതകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, നാലാമത്തെ കാര്യം വലിയ നഷ്ടമായിരിക്കുമെന്നാണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്ന അഹദുകുമുൽ മൗത, കൂട്ടരെ നിങ്ങൾ ആത്മഹത്യ പോയിട്ട് മരിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക പോലും ചെയ്യരുതെന്നാണ്. പല ആളുകൾ അങ്ങനെ ഉണ്ട്, ആത്മഹത്യ ഒന്നും ചെയ്യില്ല, പക്ഷെ പടച്ചവനോട് ദുആ ചെയ്യും, ഒന്ന് വേഗം മരിപ്പിച്ചു തന്നിരുന്നെങ്കിൽ. പറ്റൂല എന്നാണ്. എത്ര വലിയ പരീക്ഷ ഉണ്ടെങ്കിലും മരണത്തെ നിങ്ങൾ കൊതിക്കാനും പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. വലാ യദ്ഉ ബിഹി മിൻ ഖബ്ലി അയ്യതിയഹു, അല്ലാഹു കണക്കാക്കിയ ആയുസ് തീരുമ്പോൾ മലക്കുൽ മൗത്തും സംഘവും വരും. അത് നിങ്ങളുടെ ഒത്താശ വേണമെന്നില്ല, നിങ്ങളെ പ്രാർത്ഥന വേണമെന്നില്ല, പക്ഷേ അതിനു മുൻപൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി കൊണ്ട് പ്രാർത്ഥിക്കരുതെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ? അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇദാ മാത അഹദുകും ഇൻ ഖതഅ അമലുഹു, നിങ്ങൾ എന്ന് മരിക്കുന്നുവോ അന്ന് ആ സമയം മുതൽ നിങ്ങളുടെ അമൽ നിശ്ചലമായി എന്നാണ്. പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമല്ലോ സുഹൃത്തുക്കളെ. ഒരു വിശ്വാസി ഭൂമി ലോകത്ത് ഒരു ദിവസം എക്സ്ട്രാ ജീവിച്ചാൽ അവൻ എത്രത്തോളം അമലുകൾ അവനക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്, അല്ലെ? എത്രത്തോളം സുജൂദുകൾ അവന് അർപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഒരൊറ്റ സുജൂദ് കൊണ്ട് സുഹൃത്തുക്കളെ എത്ര വലിയ ദറജയാണ് സ്വർഗത്തിൽ ഉയരപ്പെടുന്നത്, എത്ര തിന്മകളാണ് മാറ്റപ്പെടുന്നത്, എത്ര വലിയ ഹൈറാത്തിലാണ് അവനക്ക് ലഭിക്കുന്നത്. അങ്ങനത്തെ എത്ര ദിവസം അള്ളാഹ് കണക്കാക്കിയ ദിവസത്തിന്റെ പുറത്തേക്ക് വരെ പറഞ്ഞാൽ അവനക്ക് വലിയ നഷ്ടമായിരിക്കുമെന്ന്. ഒരു നല്ലൊരു സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ ആയുസ് അവനക്ക് നന്മയിൽ വർധനവുള്ളതാക്കി തീർക്കുമെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആത്മഹത്യ പോയിട്ട് അള്ളാഹ് എന്നൊന്ന് മരിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും വിശ്വാസിക്ക് പാടില്ല എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഉള്ളത് ദുനിയാവിലാണ്. ഞാനുങ്ങളുള്ളത് ദുനിയാവിലാണ്, സ്വർഗത്തിലല്ല. ഇവിടെ ഇടങ്ങറുണ്ടാകും, ഇവിടെ പരീക്ഷണം ഉണ്ടാകും, ഇവിടെ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇത് ദുനിയാവ് അങ്ങനെയാണ്. റഹ്മാനായ റബ്ബ് കണക്കാക്കിയിട്ടുള്ളത് ദുനിയാവിനെ ഒരു പരീക്ഷണാലയമായിട്ടാണ്. എന്തിന്? നമ്മുടെ ഈമാൻ അളക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും പിന്നെ ജീവിതം അവസാനിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനപ്പം ഇങ്ങോട്ട് വന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന എന്തായിരുന്നാലും പരീക്ഷണം ഉണ്ടാവുന്നതാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായ ആരാ? ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായ ആളുകൾ സാക്ഷാൽ പ്രവാചകന്മാരാ. പിന്നെ നമ്മുടെ കേസ് എടുക്കാണ്ടാവും നിങ്ങള്. അപ്പോ ശാരീരികപരമായി കൊണ്ട് പരീക്ഷണം ഉണ്ടാകാം. ഒരു പക്ഷേ അള്ളാഹു കാക്കുമാറാകട്ടെ, മാറാ രോഗങ്ങൾക്ക് ഒരു പക്ഷെ നമുക്ക് അടിമപ്പെടേണ്ടി വന്നേക്കാം. മരുന്നു മണക്കുന്ന റൂമുകൾക്കുള്ളിലേക്ക് ഒരു പക്ഷേ ശയ്യാവലംബികളായിക്കൊണ്ട് മാറാനായിരിക്കും ഒരു പക്ഷെ നമ്മുടെ വിധി. റബ്ബ് കാക്കുമാറാകട്ടെ. പക്ഷേ അതിലേക്ക് മാറേണ്ടി വന്നാലും ഇനി എന്റെ എല്ലാ ആസ്വാദനങ്ങളും തീർന്നല്ലോ, ഇനി ഞാൻ എന്തിനായി ഇവിടെ എന്ന് പറഞ്ഞ് മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒരു വേള ജീവിതം തന്നെ അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്നാണ്. കാരണം എത്രത്തോളം പരീക്ഷണമുണ്ടോ,
പരീക്ഷണം വർദ്ധിക്കുന്നതിനനുസരിച്ച് സഹോദര നിന്റെ പ്രതിഫലവും കൂടുന്നുണ്ടെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് മാനസികപരമായി കൊണ്ടായിരിക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകുക. ചിലപ്പോൾ ഭർത്താവിന്റെ ഭാഗത്തു നിന്നായിരിക്കാം, ചിലപ്പോ ഭാര്യയുടെ ഭാഗത്തു നിന്നായിരിക്കാം, ചിലപ്പോൾ ഭർത്തൃ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. മാനസികപരമായി കൊണ്ട് നല്ല പ്രയാസങ്ങളും നല്ല പരീക്ഷണങ്ങളും ഒരു പക്ഷേ ചില ആളുകൾക്കൊക്കെ വന്നെന്ന് വരാം. ചില ആളുകളൊക്കെ എങ്കിലും ആത്മഹത്യയിലേക്ക് എത്തിയത് അങ്ങനെയാണ്, മാനസികപരമായിക്കൊണ്ടുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെ. സുഹൃത്തുക്കളെ, അപ്പോഴും ഓപ്ഷൻ ഇല്ല എന്ന ചില ആളുകൾക്ക് സാമ്പത്തികപരമായിക്കൊണ്ട് പരീക്ഷണമായിരിക്കാം റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടാകുക. ചിലപ്പോൾ കച്ചവടം തകരലായിരിക്കാം, കടം കയറലായിരിക്കാം, വരുമാനം നിലക്കലായിരിക്കാം. അങ്ങനെ തന്റെ റിസ്കുമായി ബന്ധപ്പെട്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട ശക്തമായ പരീക്ഷണത്തിന് ഒരു പക്ഷെ വിധേയമായിരിക്കാം. ഇതെല്ലാം സുഹൃത്തുക്കളെ നമ്മൾ മുൻകൂട്ടി കാണണമെന്നാണ്. ദുനിയാവാണോ, ഇതിൽ ഏതെങ്കിലുമൊക്കെ എന്നെങ്കിലും ഒന്ന് നമ്മളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചേ പറ്റൂ. കാരണം എന്താ അറിയോ, വിശുദ്ധ ഖുർആൻ പരീക്ഷിക്കും എന്ന് പറഞ്ഞ ആ ശൈലിയിൽ പരീക്ഷിച്ചേക്കാമെന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് റഹ്മാനായ റബ്ബിന്റെ ആ ഒരു ശൈലി എന്ന് പറയുന്നത്. വലനബ്ലുവന്നകും എന്നാ പറഞ്ഞത്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. പല നിലക്കുള്ള പരീക്ഷണം, ഭയം നൽകി, പട്ടിണി നൽകി, അല്ലെ, ധനത്തിലുള്ള അഭിവൃദ്ധി കുറച്ച്, ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് ഉള്ള കുറവ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ശരീരത്തിന്റെ അവയവങ്ങൾ നഷ്ടപ്പെടലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ മരിക്കലായിരിക്കും, ഉറ്റവരുടെ മരണമായിരിക്കാം, മക്കളുടെ മരണമായിരിക്കാം, ഇണയുടെ തുണയുടെ മരണമായിരിക്കാം, ഉമ്മാന്റെ വാപ്പാന്റെ മരണമായിരിക്കാം. ജീവിതത്തിൽ എങ്ങനെയാണോ നമ്മൾ പരീക്ഷിക്കപ്പെടുക അങ്ങനെയെല്ലാം വന്നേക്കാം. ഉടനെ തന്നെ റബ്ബ് പറഞ്ഞു, ഈ പരീക്ഷണങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു മുഴം കയറിലേക്കോ, ഒരു ബ്ലേഡിന്റെ തുമ്പിലേക്കോ, ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടലോ, ട്രെയിനിന് തലവെക്കലോ, ആ നിലക്ക് വിഷം കഴിക്കലോ തുടങ്ങി ആത്മഹത്യയിലേക്ക് പോകുന്നവരെ കുറിച്ചല്ല പിന്നെ റബ്ബ് സംസാരിച്ചു. എന്റെ ശക്തമായ പരീക്ഷണത്തിന് വിധേയനാകുന്ന എന്റെ പ്രിയപ്പെട്ട അടിമയും അടിയാർത്തിയും ക്ഷമിക്കാൻ തയ്യാറാണോ നബിയേ, അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണം. ആരവർ? ഉബശ്ശിരി സ്വാബിരീൻ. അടുത്ത ആയത്ത്, അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവർക്കങ്ങ് പരീക്ഷണം വരുമ്പോ ഖാലൂ, അവരതാ പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരീക്ഷണം വരുമ്പോ അവർ പറയുന്നതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊരു മരണവാക്ക് കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട കേസൊന്നുമല്ല. മുസീബത്തുണ്ടോ, പരീക്ഷിക്കപ്പെടുന്നുണ്ടോ, എന്താ പറയുന്നത്? ഞങ്ങള് റബ്ബിനുള്ളവരാണ്, റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്, അല്ലെ? എന്ത് വരുമ്പോഴും സുഹൃത്തേ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന വലിയൊരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഇസ്തിർജായിലൂടെ, ഇന്നാലില്ലാഹി ചൊല്ലുന്നതിലൂടെ എന്നാണ്. അങ്ങനെ ചൊല്ലുന്ന ആളുകൾക്ക് എന്താ സന്തോഷ വാർത്ത? ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. റഹ്മാനായ റബ്ബിന്റെ രക്ഷയും സമാധാനവും കരുണയുമൊക്കെ അവർക്കാണുള്ളത് എന്നാണ്. അവർക്കുണ്ട് കരുണ എന്നാണ്. അവർ ഞങ്ങളുടെ പരൽ മരിക്ക വേണ്ടുള്ളൂ, അവർക്കുള്ള വിഭവങ്ങളെല്ലാം അവിടെ റെഡിയാണ് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്ത് നമുക്കെല്ലാവർക്കും ഹിഫ്ളുള്ളതാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഉസ്റുണ്ടോ നിന്റെ ജീവിതത്തിൽ? നിന്റെ ജീവിതത്തിൽ ഒരിറക്കമുണ്ട്, ഒരു കയറ്റുണ്ട്, ഒരു ഇറക്കുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടോ? അതിന്റെ കൂടെ ഒരു എളുപ്പമുണ്ട് എന്നാണ്. അതൊരു തവണയല്ല റബ്ബ് പറഞ്ഞത്, വീണ്ടും ആവർത്തിച്ചു. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു ഞെരുക്കമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഓഫറാണ്, ഒരു എളുപ്പമുണ്ട് എന്നാണ്. ഒരു നിലക്ക് സുഹൃത്തുക്കളെ ജീവിതം എളുപ്പത്തിലേക്ക് എത്തുമെന്ന്. അതുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും ശുഭപ്രതീക്ഷയുള്ളവനാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എപ്പോഴും ഒരു ശുഭപ്രതീക്ഷ. കരയിപ്പിച്ച റബ്ബിനെ ചിരിപ്പിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ. എല്ലാം എടുത്ത റബ്ബിനെ അതിന്റെ ഇരട്ടിയായിക്കൊണ്ട് തിരിച്ചു തരാൻ കഴിവുള്ളവനാണെന്ന ആ ഒരു ശുഭപ്രതീക്ഷ, അത് ജീവിതത്തിന്റെ അവസാനം വരെയും ഉണ്ടാകണമെന്നാണ്. സഹോദരങ്ങളെ, ആർക്കാണ് ശുഭപ്രതീക്ഷ ഉണ്ടാകാന്നറിയോ? പറയാൻ സുഖാണ്, പക്ഷെ ആ ശുഭപ്രതീക്ഷ ആരുടെ മനസ്സിലേക്ക് വരാ അറിയോ? റബ്ബുമായിട്ട് നല്ലൊരു കണക്ഷനുള്ള ആൾക്ക് ഉണ്ടാകുള്ളൂ.
റഹ്മാനായ റബ്ബുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നവൻ ആരാണോ അവനിക്കേ ശുഭപ്രതീക്ഷയ്ക്ക് വകുപ്പുള്ളൂ. അല്ലെങ്കിൽ വേറെ ആർക്കും എന്തുണ്ടാകുക? ഈ ശുഭപ്രതീക്ഷ ഇല്ലാത്തവരും റഹ്മാനായ റബ്ബുമായിട്ട് അടുപ്പമില്ലാത്തവരൊക്കെയാണ് ഈ പോയിട്ട് പിന്നെ ആ നിലക്കുള്ള ആത്മഹത്യയിലേക്ക് പോകണത്. സഹോദരങ്ങളെ, ആ ബന്ധം എങ്ങനെയാണ് കിട്ടുക? നിസ്കാരത്തിലൂടെ കിട്ടും, ദിക്റുകളിലൂടെ കിട്ടും, പ്രാർത്ഥനകളിലൂടെ കിട്ടും. ഇതിലൂടെയെല്ലാം നമ്മൾ റബ്ബിലേക്ക് ചേർന്ന് നിൽക്കുന്നവരാകണം. അള്ളാഹുമായി കൊണ്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കണം. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, സമാധാനമുണ്ടവർക്ക്. റബ്ബുമായിട്ടുള്ള ബന്ധം മൂട്ടിയുറപ്പിക്കുന്നവനക്ക് സമാധാനമുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. കോടികൾ കൊടുത്താൽ കിട്ടാത്ത സമാധാനം അത് അല്ലാഹനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുമെന്ന് റഹ്മാനായ റബ്ബ സുഹൃത്തെ പറഞ്ഞത്. അത് കരുത്തു പകരുമെന്നാണ്. ഹസ്ബിയല്ലാഹ് വനിഅ്മൽ വക്കീൽ. എനിക്കെന്റെ റബ്ബ് മതി. ഏത് ഇല്ലായ്മയിലും ഏത് വല്ലായ്മയിലും ഏത് തകർച്ചയിലും എന്റെ കൂടെ എനിക്ക് താങ്ങായി തണലായി എന്റെ കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന എന്റെ ഭാവിയും എന്റെ ഭൂതവും എന്റെ വർത്തമാനം തുടങ്ങി എല്ലാം എന്നേക്കാൾ കൃത്യമായി കൊണ്ടറിയുന്ന റബ്ബുണ്ട് എനിക്ക്. അവന് ഞാനത് ഏൽപ്പിച്ചിട്ടുണ്ട്. പറയാൻ സുഹൃത്തുക്കളെ കഴിയും, പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹുമ്മ ഹബ്ബിന അലൈനാ മസാഇബദ് ദുനിയ. ദുനിയാവിലെ നീ എനിക്ക് നൽകുന്ന ഈ പരീക്ഷണത്തെ പടച്ചോനെ നീ എനിക്ക് ലഘൂകരിച്ചു തരണേ എന്നാണ്. പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അൽഹംദുലില്ലാഹ് പറയാൻ കഴിയും. ആർക്കെന്നറിയോ? ആ മുസീബത്തുകൾ ലഘൂകരിക്കുന്നത് റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അള്ളാഹുമായി കൊണ്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നാം കാരണം വേറൊരാളും ആത്മഹത്യ ചെയ്യരുത്. നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കാരണം വേറൊരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും അതിന്റെ, എത്ര വലിയ തെറ്റായിരിക്കും. ചില ആളുകളുടെ കുറ്റപ്പെടുത്തലുകളെ കൊണ്ട്, ചില ആളുകളുടെ ഒറ്റപ്പെടുത്തലുകളെ കൊണ്ട്, ചില ആളുകളുടെ കളിയാക്കലുകളെ കൊണ്ട്, ചില ആളുകളുടെ മാനസിക പീഡനം സഹിക്കവയ്യാതെ പല ആളുകളും ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് പോയതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ അതിന് കാരണക്കാരൻ നമ്മളാണെങ്കിൽ, വീടകങ്ങളിൽ ഉണ്ട് അങ്ങനെ ചില ആളുകൾ, സ്ഥാപനങ്ങളിൽ ഉണ്ട് അങ്ങനെ ചില ആളുകൾ, നാട്ടിന് പുറങ്ങളിൽ ഉണ്ട് ചില ആളുകൾ അങ്ങനെ. സഹോദര, നമ്മൾ കാരണം ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ടാണ് അദ്ദേഹം ഈ പരിപാടി എടുത്തതെങ്കിൽ അദ്ദേഹത്തിന് എന്റെ കാര്യം റബ്ബിന്റെ അടുത്താണ്, പക്ഷെ നമുക്ക് ഏതായിരുന്നാലും കിട്ടും. ഒരു പക്ഷേ ലോകത്തിലെ മുഴുവൻ ആളുകളെയും കൊന്ന പാതകം നാളെ പരലോകത്തിന് അഊദു ബില്ലാഹ് നമ്മുടെ തലയിലേക്ക് വരും. നമ്മൾ എടുക്കേണ്ട പണി എന്താണെന്നറിയോ? നമ്മൾ കാരണം ഒരാൾ ആത്മഹത്യയിലേക്ക് പോകല്ല വേണ്ടത്. അങ്ങനത്തെക്കുള്ള ടെൻഡൻസി ഉള്ള ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള പണി നമ്മൾ എടുക്കണ്ടേ. മാനസികപരമായി കൊണ്ട് ചടച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും, ജീവിതം വഴിമുട്ടി എന്ന് കരുതി അതിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന ആളുകളുണ്ടാവും. ഉണ്ട് നമുക്ക് അവിടെ ചില ധർമ്മങ്ങൾ, അവരെ തിരികെ കൊണ്ടുവരാൻ നമ്മളാണുള്ളത്. നമ്മൾ അവരിനരികിലേക്ക് എത്തണം, നമ്മളെ സംസാരങ്ങൾ തുടങ്ങണം, അവൻക്ക് കാഴ്ചപ്പാടുകൾ കൊടുക്കാൻ കഴിയണം, അവൻക്ക് സ്വപ്നങ്ങൾ കൊടുക്കാൻ കഴിയണം, അവന്റെ കൂടെ നിൽക്കാൻ കഴിയണം. നിനക്ക് ഞാനുണ്ടടാ എന്നൊന്ന് വാക്കാലെങ്കിലും പറയാൻ നമുക്ക് കഴിയണം. ഒരു പക്ഷേ അതായിരിക്കും ആ മനുഷ്യനെ ആത്മഹത്യയിൽ നിന്നും തിരികെ നടക്കാനുള്ള കാരണമെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷേ റഹ്മാനായ റബ്ബ് ലോകത്തിലെ മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയതിന്റെ കൂലിയും നമുക്ക് തന്നേക്കാം. ഈ വിഷയം പറയുമ്പോൾ അതെല്ലാം ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി, നമ്മുടെ ധർമ്മം എന്തെന്ന് മനസ്സിലാക്കി, ഇതിലൂടെ വരാവുന്ന അബദ്ധങ്ങൾ എന്തെന്നൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തണം. സുഹൃത്തുക്കളെ, ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിച്ചത്. ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഇന്ന് ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. നിസാരമായ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ
ഒന്നാമതായി രക്ഷിതാക്കൾക്കും, രണ്ടാമതായി അധ്യാപകർക്കും, മൂന്നാമതായി സമൂഹത്തിലെ ആർക്കൊക്കെ ഹാൻഡുണ്ടോ സമൂഹത്തിലൊരു രക്ഷാധികാരികൾ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെയും ചില കാര്യങ്ങൾ ബാധ്യതകളായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ കുട്ടികളെ വളർത്തുന്നിടത്ത് നല്ലോണം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികളെ വളരെയല്ല വേണ്ടത്, വളർത്തുകയാണ് വേണ്ടത്. നമ്മളത് മനസ്സിലാക്കണം. കുട്ടികൾ വളരെയല്ല വേണ്ടത്, വളർത്തുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് ചെറുപ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന് സ്നേഹം കൊടുക്കണം എന്നല്ലാണ് സുഹൃത്തുക്കളെ. ഈ ആത്മഹത്യാ മുനമ്പിലേക്കൊക്കെ പോയ ആളുകളുടെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കി നിങ്ങൾ. പലപ്പോഴും വരണ്ട വീടകങ്ങൾ കാണാൻ കഴിയും. സ്നേഹത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഒരു ഉപ്പാന്റെ കഥ ഒരു പക്ഷെ പറയാനുണ്ടാവും, ഒരു ഉമ്മാന്റെ കഥ പറയാനുണ്ടാവും. എല്ലായിടത്തുനിന്നും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളെ കൊണ്ട് വീർപ്പുമുട്ടിയതിന്റെ കഥനകഥകൾ ഒരു പക്ഷെ പറയാനുണ്ടാവും. അപ്പോഴും അതൊന്നും ചെയ്യാൻ ന്യായമല്ല, പക്ഷേ ചെറിയ ഹൃദയങ്ങളാണ്, ബുദ്ധിയുറക്കാത്ത പ്രായമാണ്. കാരണക്കാരൻ നമ്മളൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കാൻ കഴിയണം, അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ കഴിയണം, മൃദുലമായുള്ള ശൈലി അവരോടുണ്ടാക്കണം. തട്ടിക്കേറി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കാർക്കശ സ്വഭാവത്തോടുകൂടെയുള്ള ഒരു ശൈലി നമുക്കുണ്ടാകാൻ പാടില്ല. എല്ലാതും കുറ്റപ്പെടുത്തലിലൂടെ മാത്രം പറയുന്ന രീതി നമ്മൾ ഒഴിവാക്കണം. എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ സ്നേഹബുദ്ധിയാ തിരുത്തി കൊടുക്കണം, ചേർത്ത് പിടിക്കാൻ കഴിയണം, ഗുണം പറഞ്ഞ് ദോഷങ്ങൾ പറയാൻ നമുക്ക് കഴിയണം. അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിന്റെ ഉള്ളിൽ വെച്ചാൽ പോരാ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയാനും അവനക്കത് ബോധ്യപ്പെടാനുമുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അവന്റെ നേട്ടങ്ങളിൽ അവനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. അവന്റെ പരാജയങ്ങളിൽ അവന് മുതുകത്ത് തട്ടി സാരല്ലടാ എന്ന പ്രതീക്ഷയുടെ ചിറക് അവർക്ക് വകവെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മക്കളെ നല്ല മനക്കരുത്ത് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. കുട്ടികളെ നല്ല മനക്കരുത്തുള്ള ആളുകളാക്കണം, അല്ലെ? ജയിക്കാൻ മാത്രമല്ല നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ വീഴ്ചയിൽ പാഠങ്ങളുണ്ട് എന്ന പാഠം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ചിലയിടത്തൊക്കെ ഒന്ന് തോറ്റുകൊടുക്കാനും നമ്മൾ പഠിപ്പിക്കണം. ജീവിതം എല്ലാ നിരത്തിലുള്ള ഏറ്റ വ്യത്യാസങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന് പൊരുതി നേടാൻ പഠിപ്പിക്കണമെന്നാണ്. ചോദിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ സെക്കൻഡുകൾക്കപ്പുറത്ത് അവർക്ക് വകവെച്ചു കൊടുക്കുന്നതിന്റെ പേരല്ല സ്നേഹം. മറിച്ച് അവൻ നേടിയതൊക്കെ, അവൻക്ക് ലഭിക്കപ്പെട്ടതൊക്കെ അവന്റെ നേട്ടമായിക്കൊണ്ട് മാറണം. ഇത് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഒരു ചെറിയ ടാസ്ക് കൊടുക്കണം, അതവന് പൂർത്തിയാക്കട്ടെ, എന്നിട്ടാകാം നമ്മുടെ സമ്മാനം എന്നാണ്. അപ്പോൾ എന്തുണ്ടാകുക? അവൻക്കതിനൊരു വിലയുണ്ടാവും. അതിന്റെ പിന്നിൽ, അവന്റെ നേട്ടങ്ങളുടെ പിന്നിലൊക്കെ അവൻക്കൊരു അധ്വാനമുണ്ട്. അതവനെ വേറൊരു അവസ്ഥയിലേക്ക് അവനെ മാറ്റുമെന്നാണ്. പൊരുതി നേടാൻ അവനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കണം. സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കണം. നിന്നിൽ ഞങ്ങൾക്ക് എമ്പാടും സ്വപ്നങ്ങളുണ്ട് എന്ന് അവനോട് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ സമൂഹത്തിന്റെ ഭാഗമാക്കി അവൻക്ക് കിട്ടേണ്ട ബഹുമാനവും അവൻക്ക് കിട്ടേണ്ട ആദരവും അവൻക്ക് കിട്ടേണ്ട സ്നേഹവുമൊക്കെ നമ്മിൽ നിന്നും കൊടുക്കാൻ നമുക്ക് കഴിയണം. അവനും സമൂഹത്തിൽ അംഗമാണ്. അത് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും അവനിക്ക് കിട്ടേണ്ട ഒരു ബഹുമാനമുണ്ട്. ഞാൻ വാക്കൊന്നുകൂടെ പറയുന്നു, നഴ്സറി പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിലും അവൻ അർഹിക്കുന്നൊരു ബഹുമാനമുണ്ട്. തെറ്റി പറഞ്ഞതല്ല, ബഹുമാനമുണ്ട്. അവനെ ബഹുമാനിക്കാൻ നമ്മൾ കഴിയണം, അവനെ സ്നേഹിക്കാൻ കഴിയണം, അവന്റെ മികവുകളിൽ സന്തോഷിക്കാൻ കഴിയണം. നീയാണ് ഞങ്ങളുടേതെല്ലാം എന്ന് അവനക്ക് തോന്നണം. രക്ഷിതാക്കളുടെ ഭാഗത്ത് തോന്നണം, അധ്യാപകരുടെ ഭാഗത്ത് തോന്നണം. അധ്യാപകർക്ക് വലിയ റോളുണ്ട്. ഒരു കുട്ടിയെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതിൽ അധ്യാപകർക്ക് വലിയ റോളുണ്ട്. കാരണം മാതാപിതാക്കളുടെ കൂടെയുള്ള സമയത്തേക്കാൾ ഏറെ സമയം വിദ്യാലയങ്ങളിൽ നമ്മുടെ മക്കൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരും ശ്രദ്ധിക്കണം. നമ്മുടെ ആളുകളും സമൂഹത്തിലെ കാരണവന്മാരും നമ്മളെല്ലാവരും മക്കളുടെ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതിലുപരി മതബോധം നൽകണം. നമ്മൾ ആദ്യ ഖുത്ബയിൽ കേട്ട കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ശൈലിയിലൂടെ നമ്മുടെ മക്കൾ കേട്ട് പഠിക്കണം. ജീവിതം അവർ ആസ്വദിക്കട്ടെ, ജീവിതം അവർ സ്വപ്നം കാണട്ടെ, ജീവിതം ഓരോ സെക്കൻഡുകളും ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അവർക്ക് പുതിയ പാഠങ്ങൾ കിട്ടുന്നതാകട്ടെ.
നമ്മുടെ കൂടെയുള്ള ഓരോ ജീവിതവും അവർക്ക് നല്ല ആനന്ദം പകരുന്നതാകട്ടെ, ആവേശം പകരുന്നതാകട്ടെ, അവർക്ക് എല്ലാ അർത്ഥത്തിലും മെച്ചമുള്ള ജീവിതമാകട്ടെ. ആ നിലയിലേക്ക് സുഹൃത്തുക്കളെ നമ്മുടെ അധീനതയിലുള്ള മക്കളെ, വരും തലമുറയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊന്ന്, പല ആളുകളും ചോദിക്കലാണ്, ഇനി അങ്ങനെ എങ്ങാനും ആത്മഹത്യ ചെയ്തൊരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. ആത്മഹത്യ എന്നുള്ളത് കാലാകാലം നരകത്തിൽ പോയി കിടക്കുന്ന ഒരു വലിയ ശിർക്കിനോളം വരുന്നൊരു തെറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ചെറുതായി കാണുകയില്ല. ചെറുതായി കാണാനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടല്ലോ. പക്ഷേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ടില്ല. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം നിസ്കരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളൊക്കെ അതിന് മാറി നിൽക്കുകയാണ് വേണ്ടത്. എന്തിനാ? അതിന്റെ ഗൗരവം സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനെങ്ങാനും ഈ ഏർപ്പാട് ചെയ്താൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ആളുകളുടെ എണ്ണം കുറയും എന്നൊരു പേടിയോടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ തീരെ പാടില്ല എന്നൊരു അർത്ഥമില്ല എന്നുകൂടെ നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും എന്റെ ദീൻ ഉൾക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ, കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനായ റബ്ബേ. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും അവരെക്കാൾ കൂടുതൽ അറിവുള്ള ആളെന്ന നിലയ്ക്ക് എല്ലാറ്റിനും നീ ശിഫായിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണം വരെയും നിന്റെ ദീന് പഠിക്കാനും കേട്ട കാര്യങ്ങൾ പകർത്താനും അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെയുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്തു വെച്ച എല്ലാ നന്മകളും എത്ര വലിയ പോരായ്മകൾ ഉണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾക്ക് നീ സ്വീകരിക്കുന്നതോടൊപ്പം വന്നുപോയ അബദ്ധങ്ങൾ എത്ര വലുതാകട്ടെ എത്ര ചെറുതാകട്ടെ റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا